ഇന്ദ്രുവിനെ ചോദിക്കും എല്ലാവരും. ഈ സിനിമ മറ്റേ ആസിഫ് അലിന്റെ മറ്റേ സർക്കിട്ട് സിനിമയിലെ നടനാണിത്. ആസിഫ് ഖാനെ പോലെ തന്നെ അഭിനയിച്ച നടൻ. ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീട്. നല്ല വിശാലമായ മുറ്റം, ചുറ്റും ഒരുപാട് ചെടികൾ. ഞങ്ങളങ്ങനെ എറണാകുളത്തെ വീട്ടിൽ നിന്ന് വന്നല്ലേ. അതെ, സത്യം പറഞ്ഞാല് ഞങ്ങക്ക് മനസ്സില്ലാ മനസ്സോടെ വന്നെന്ന് പറയാം. കാരണം ഞങ്ങക്ക് അവിടെ നിന്ന് മതിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം കൂടി അവിടെ നിക്കണമെന്നുണ്ടായിരുന്നു. അവരും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി 10:30 എത്തി, ഉച്ചയായപ്പോഴേക്കും ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പോന്നു. അപ്പൊ ബൈ റോഡ് നമ്മുടെ ടാറ്റ പഞ്ച് EVയിൽ നമ്മുടെ കണ്ണൂരിന്ന് പാലക്കാട്, പാലക്കാട് തൃശ്ശൂര്, തൃശ്ശൂരിൽ നിന്ന് എറണാകുളം, എറണാകുളം നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള ഒരു യാത്രയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ, ഈ ചേർത്തല ആലപ്പുഴയിലേക്ക് പോകുന്ന റൂട്ട് വഴി പോയാണ്. കാണിച്ചു കൊടുക്കുക. അപ്പൊ കണ്ടില്ലേ നമ്മുടെ പുതിയ ഹൈവേ വരുന്നതിന്റെ അടിയിൽ കൂടി ശരിക്കും നോക്കിയ എന്താ അല്ലേ, ഒരു ഫില്ലറുമ്മലല്ലേ 6 വരി പാത പോകുന്നത് ഒറ്റൊരു ഫില്ലറില് അല്ലേ. ഒരു മനുഷ്യന്റെ ഒരു നിർമ്മിതികളല്ലേ ശരിക്കും പറഞ്ഞ. നിങ്ങളേ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടിന്ന് പറയാ അല്ലേ. എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ടായിരുന്നു തോന്നുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണത്തിനല്ലേ. ഇത് ഇനിയിപ്പോ ആർക്കെങ്കിലും പരിചയമില്ലെങ്കിൽ ഞാൻ പറയാം. ഇത് എൽസ ഹസ്ബൻഡ്. ഇവര് സി വിത്ത് എൽസ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂ എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ ആ ഇന്റർവ്യൂ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ വീണ്ടും അതിനുശേഷം ഞങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ച് വീണ്ടും കണ്ടു എറണാകുളം വെച്ച്. സന്തോഷം. ട്രാഫിക് ആയിരുന്നു ഗൈസ് കുറേ നേരം. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതേ ഒരു നല്ല റൂട്ടിൽ കയറിയേക്കണത്. ഇതെവിടെയാ സ്ഥലം ശരിക്ക് കാണിച്ചു കൊടുത്തേ. ഇത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നീ അവിടെ തൊട്ടിയാട്ടോ, കുറേ തൊട്ടിയാട്ടം കാണണ്ടല്ലോ. അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടാവും. കണ്ടിട്ട് അതേ 1, 2, 3 കേട്ട് അപ്പുറത്തോട്ടൊക്കെ ഇഷ്ടം പോലെ. ഇത് ഏതാണ് ഗൈസ് പാലം? ഇത്രയും വലുത്. ഞങ്ങൾ ഈ റൂട്ട് ഞങ്ങൾക്ക് വലിയ പരിചയമില്ല. ഞങ്ങൾ എപ്പോഴും അങ്ങനെ വണ്ടി എടുത്ത് വരുന്നില്ലല്ലോ ഇതിലെ. ഇപ്പൊ സമയം ഒരു 8:10 ആയിട്ടാ. 8:05. നമ്മള് ഇപ്പൊ നങ്ങ്യാറുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നങ്ങ്യാറുകുളങ്ങര ക്ഷേത്രം കണ്ട് അവിടെ അങ്ങനെയാണ് നങ്ങ്യാറുകുളങ്ങരയാന്ന് മനസ്സിലായിട്ടുണ്ടാവുക. പ്ലാനെല്ലാം മാറ്റിയല്ലേ. ആദ്യം നമ്മൾ കരുതിയത് ജയാന്റിന്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവുന്നോണ്ട് നമ്മള് ജയാന്റിന്റെ അടുത്തേക്ക് ഇനി അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ വീണ്ടും ലേറ്റ് ആവും. പിന്നെ എത്തുമ്പോ തന്നെ 10-11 മണി ഒക്കെ കഴിയും. അപ്പൊ വിചാരിച്ച ഏതായാലും ഇവിടെ റൂം ഉണ്ട് അവനടുത്ത് തന്നെ. അപ്പൊ 1 കിലോമീറ്റർ ഉള്ളു വരും ദൂരം. ജയാന്റിന്റെ അടുത്ത് പോയി കിടന്നാലും നമ്മൾ അവിടുന്ന് ആന്റിന്റെ അടുക്കുന്ന രാവിലെ എഴുന്നേറ്റ് പോകേണ്ടി വരും. പിന്നെ അതിലും നല്ലത് ഇപ്പൊ രാത്രി ആവോ ഇല്ലേ, ലേറ്റ് ആവൂലേ എത്താൻ വേണ്ടി. നമ്മള് വിചാരിച്ചു ഒരു റെയിൽവേ ഗേറ്റ് കാണുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഇവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു അല്ലേ. പക്ഷെ ഇവരവിടെ നിന്ന് വിട്ടപ്പോ പറഞ്ഞതാണ് KFC കഴിക്കണം. അങ്ങനെ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ഒരു KFC എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. KFC എത്തിയിട്ടുണ്ട് അല്ലേ. ദുഗുവിന് ഒരു ബർഗർ വേണമെന്നാ പറഞ്ഞത്. ഇതാ സ്പെഷ്യൽ ബർഗർ ഇത് ആഡ് ചെയ്തത്. പിന്നെ പോപ്കോണും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും KFC അല്ലേ. കഴിച്ചാലെന്നാ പിന്നെ നമ്മൾ ഈ യാത്രയിലെ ആദ്യത്തെ KFC. ദുഗുവിൻ്റെ സ്പെഷ്യൽ ചീസ് ബർഗർ ആഡ് ചെയ്ത് എടുക്ക്. കഴിച്ചോ. ടേസ്റ്റ് ഉണ്ടോ? നമ്മളിപ്പോ കൊല്ലം കൊട്ടാരക്കരയാ. കൊട്ടാരക്കരയല്ല, കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ആ ഭാഗത്തോട്ടൊക്കെ ആയിട്ടൊക്കെ അങ്ങോട്ട് ഇപ്പൊ നമ്മൾ ഇടത്തോട്ട് കുണ്ട്ര കാണിച്ച് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു 43 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അതിനിടക്ക് മഴയും. ഇതാ കുമ്പളം പള്ളി, കുമ്പളം. ഇനി ഇപ്പൊ സമയം എത്രയായി കാണിച്ചു? 10:15 ഗൈസ്. ഫ്ലാഷ് ഇട്ട് കാണൂല എനിക്ക്. അപ്പൊ ഇനിയിപ്പോ 43 കിലോമീറ്റർ കൂടി 42 കിലോമീറ്റർ കൂടി ഉണ്ട്. മഴയും ഉണ്ട് ഗൈസ്. ഇവിടെ നോക്കിയേ, ഒരു വലിയ ഉത്സവം. എന്താ സംഭവം എന്നറിയില്ല. എവിടെ എന്താ സംഭവം, ഉത്സവമാണ്. പക്ഷെ പത്താം മുയ മഹോത്സവം, 10ാം എന്താ പേര് കാണുന്നില്ല. 10ാം
മുറ്റയ മുതയാണ് മോളെ. പത്താമുദയ മഹോത്സവം എന്നിട്ടോ വലിയ ഉത്സവാട്ടാ. ഇങ്ങോട്ടല്ലേ നമുക്ക് കാണിക്കുന്നത്? വലിയ ഉത്സവം തോന്നുന്നു. ഒരുപാട് ലൈറ്റുകളൊക്കെ ഉണ്ട് അല്ലേ? കൊറേ വണ്ടികളും കുറച്ചൊരു ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ അവിടെ നിർത്താൻ വേണ്ടി പറ്റിയില്ല. ഇത് ഇതെങ്ങോട്ടാണ് ഈ റോഡ്. അതാ വഴി മാറിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഒരു നീണ്ട ഡ്രൈവിന് ശേഷം എൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല ക്ഷീണത്തില്. എനിക്കും സത്യം പറഞ്ഞാൽ ലാസ്റ്റിൽ ഒരു 8 കിലോമീറ്റർ ബാക്കിയുള്ളൂ ഇങ്ങോട്ട് എത്താനായിട്ട്. അപ്പോഴേക്കും എനിക്കും ഭയങ്കര ഉറക്കായി അല്ലേ? ഇതിപ്പോൾ ഉറക്കം വരാതെ പിന്നെ ഞാൻ വിചാരിച്ച് 8 കിലോമീറ്റർ അല്ലേ എന്ന് വിചാരിച്ച് ഒരു ബബിൾ കൊലം തിന്ന് അവൻ ഉറക്കം മാറ്റി ഇങ്ങോട്ട് എത്തിയതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു ലോങ് യാത്രയാണല്ലോ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ നമ്മുടെ പഞ്ച് EV ചാർജ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം. നമ്മുടെ ഈ വ്ലോഗ് ഇപ്പോൾ അതിൻ്റെ ചെയ്യുന്നില്ല. നാളെ കൂടി കണ്ടിട്ട് ഇവിടുത്തെ ഒരു ആവശ്യം കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ട് നമുക്ക് വൈകിട്ട് പറ്റും. ഞങ്ങൾ ഇന്നലെ രാത്രി റൂമിൽ കയറിയതാണ് നമ്മൾ വ്ലോഗിൽ ലാസ്റ്റ് കണ്ടതല്ലേ. പിന്നെ പെട്ടെന്ന് അങ്ങ് ചേഞ്ചായി. നമ്മൾ അവിടെ നേരെ പോകുന്നത് നമ്മുടെ ആറ്റിങ്ങല് അജിത് സാറിൻ്റെ വീട്ടിലോട്ടാണ്. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ഒരു സൗണ്ട് പ്ലസ് നിങ്ങളുടെ അച്ഛന് ഒരു ഇയറിംഗ് ഹെഡിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഒരു ക്ലിനിക്കിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നേ ഒരു പരിചയമുണ്ട്. അപ്പം അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ വൈഫും ഉണ്ട് ഇവിടെ അല്ലേ ചേച്ചിയില്ലേ? ഞങ്ങളിവിടുന്ന് ചായ എല്ലാം കുടിച്ചു. നമ്മളന്ന് കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. അപ്പൊ അങ്ങനെ അന്ന് പരിചയപ്പെട്ട് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ പറ്റി. സന്തോഷം. ഇവിടെ ഒരു ആന്റി ഉണ്ട്. ആന്റി നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞൊരു സന്തോഷം. ഞങ്ങക്ക് നല്ല അടിപൊളി. അതിനെന്താ നമുക്ക് ദോശയും ചട്നി. ഞാൻ നിക്കോട് പറയണ അതിന്റെ റെസിപ്പി വാങ്ങിക്കോ, കാരണം നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ ദോശന്റെ അത്രയും മോളുണ്ടാക്കുന്ന ഫുഡിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും. അയ്യോ നിങ്ങളുടെ ചമ്മന്തി ഒന്നും വലിയ ടേസ്റ്റ് ഇല്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ ചായ എല്ലാം കുടിച്ചു. പിന്നെ അങ്ങനെ ഇവിടെ ഒരു കറിവേപ്പിന്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഞങ്ങക്ക്. അങ്ങനെയാണ് മോഹൻ സാറാണ് ഇതിൽ പറഞ്ഞത്. കറിവേപ്പിന്റെ ഇത് മകനാണ്, ഒരു മകളും ഉണ്ട്. രണ്ടാളും ഇപ്പൊ ഇതിന് മോള് ക്ലിനിക്കിൽ തന്നെ ഇല്ലേ നമ്മുടെ മോനിപ്പോ +2 കഴിഞ്ഞിട്ട് തെറാപ്പിസ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ. പിന്നെ എനിക്കിവിടെ എത്തിയപ്പോഴേ ഇഷ്ടപ്പെട്ടത് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് പറയുകയും ചെയ്തു. എല്ലാം നല്ല അറേഞ്ചായിട്ട് വെച്ച് നല്ല ഭംഗിയാക്കി കൊണ്ടുവരിക്കുന്നു. വീടിൻ്റെ ഉൾഭാഗം മാത്രമല്ല പുറം കാണാൻ നല്ല ഭംഗിയുണ്ട്. മുറ്റത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട ഒരുപാട് ചെടികളൊക്കെ ആയിട്ട് നല്ല ഇതാണ് ഈ വീട്ടിലോട്ട് കയറുമ്പോൾ ഉള്ളൊരു ഫീല്. നല്ല ഒരു അന്തരീക്ഷമുള്ള നല്ലൊരു വീട്. ഇതിൻ്റെ പേര് തന്നെ ഭവൻ എന്താണ് അങ്ങനെ എന്തോ ആണ്. ഫ്രണ്ടിൽ തന്നെ 2 ആനയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീട്. നല്ല വിശാലമായ മുറ്റം, ചുറ്റും ഒരുപാട് ചെടികൾ. ഇവിടെ മാത്രമല്ല ചെടികൾ ഇത് അങ്ങനെ അങ്ങോട്ട് ബാക്കോട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട് അങ്ങനെ അങ്ങോട്ട് ബാക്കോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കറിവേപ്പിലൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് SPCൻ്റെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് കേട്ടോ. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അല്ല എനിക്ക് നല്ല രസമല്ലേ? ഭയങ്കര ഇഷ്ടമായി. നല്ല എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്താലും നമുക്ക് മടുപ്പ് വരാത്തൊരു ഇത്. അതെ നല്ല ഭംഗിയാണ് എല്ലാ ഭാഗവും കണ്ട. അപ്പം എന്തായാലും ഇതുപോലെയൊക്കെ ഇത് മാനേജ് ചെയ്ത് പോകുന്നത് ഇവർ അടിപൊളിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു SPC ഉണ്ടോ, ഈ ഒരു SPCൻ്റെ ഈ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് ഇവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര റിസൾട്ടാണ്. ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. കറിവേപ്പില, വീട്ടിലുള്ള മാവ്, മറ്റേ പ്ലാവ്, അങ്ങനെയുള്ള ഈ ചെടികൾ എല്ലാത്തിനും ഉപയോഗിക്കാം. എന്തിനും ഉപയോഗിച്ചാലും ഭയങ്കര ഗുണമാണ്, ഭയങ്കര റിസൾട്ടാണ്. ഇവരിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പം അങ്ങനെയാണല്ലേ തൊഴുതുണ്ട് വെൽക്കം ചെയ്യാൻ. കൊള്ളാടിപൊളി. ബാ അപ്പൊ ഓക്കേ ട്ടാ, ശരി വീണ്ടും കാണാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഇനി നേരെ ചെങ്ങന്നൂരിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. പക്ഷെ ഇത്തവണ ഞങ്ങളോടൊപ്പം ഞങ്ങൾ മാത്രമല്ല ഗൈസ്, പാറും അതിൻ്റെ ഏട്ടനും കൂടി ഉണ്ട്. 1 വർഷമായിട്ടുണ്ടാവും കണ്ടിട്ട്. എനിക്ക് ഇവരുടെ മുഖം കിട്ടുന്നില്ല. ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് മുഖം. ഓക്കെ കയറിക്കോ. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാക്കി. അപ്പേ അയ്യോ എന്തൊരു കയറി. ഇവരാണ് എപ്പോഴും കൂടുന്ന ടീം. കാണിച്ച ക്യാമറ കാണിച്ച്. ഇതാ
പാറുവിന്റെ എടുക്കാനുണ്ട് കറിവേപ്പിലുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇവരിതാ ചെറിയൊരു ഫ്രൈഡ് റൈസ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ദുർഗയും പിന്നെ ഞങ്ങൾ ചോറ് കുറേ ദിവസമായി ഞങ്ങൾ ചോറ് കഴിക്കാത്ത, അതുകൊണ്ട് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു. എന്തിനോട് ചോറാ? എന്നാ ചോറ് ആക്കി തരാം കേട്ടോ. അപ്പൊ നീയോ? ഞങ്ങളെന്തായാലും നേരിട്ട് കണ്ടവനെ ബർത്ത്ഡേ പറയും. അവിടെ നമ്മുടെ നിസന്റെ മൂത്ത മോന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ഞങ്ങൾ അങ്ങോട്ടേക്കാ പോണത്. എന്തായാലും നിന്റെ പുതിയ കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മനോട് പറയാൻ പറഞ്ഞ വേഗം. പുതിയ കടുങ്കഥ ചോദ്യം. ചോദ്യല്ലേ? 11 പഴം കൊടുത്തിട്ട് 10 വഴി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. 11 പഴം കൊടുത്തു, 10 കഴിച്ചു. വയറ് നിറഞ്ഞു. ഒരു പഴം പ്ലാസ്റ്റിക് ആയിരുന്നു. എന്തിനാ നീ പ്ലാസ്റ്റിക് ആക്കി ഒരു വഴി ഇരുമ്പാക്കിയാ പോരെ? ഇവിടെ സാധനം വന്നു ചോക്ലേറ്റ്. ആ പറ. ആന ടിവിയിലും പഴം വെളിയിലുമായിരുന്നു. കൊടുത്തേനി കടുങ്ങത വേഗം കൊടുത്തിട്ട് പോവാപ്പാ. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാണ്. ഇനി വീണ്ടും കാണാം. ബൈ ബൈ. പൊട്ടിച്ചേക്കല്ല നീ, പൊട്ടിച്ചേക്കല്ല നീ. ഓക്കെ എൻ്റെ ഏട്ടാ ബൈ ബൈ. ഓക്കെ എനിക്ക് നമ്മള് അവിടുന്ന് ആലപ്പുഴയിലെത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഓൾ കേരള സഞ്ചരിക്കുന്ന പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ഈ ഒരു കറിവേപ്പിലേന്റെ ഒരു ഷൂട്ടുമായിട്ടാണ്. SPCന്റെ ഹോമിയോ അഗ്രോ കെയറിന്റെ ഒരു വീഡിയോ ആണ് ഇത്. ശരിക്കും അതിന്റെ ഒരു പ്രൊമോഷനായിട്ടാണ് ഞങ്ങൾ വന്നത്. അതെ, പാറുവിനെ കണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ വന്നത് ചെങ്ങന്നൂര്. അപ്പൊ വന്നത് ദേ ഇവിടെ നമ്മുടെ ഈ അമ്മേന്റെ വീട്ടിലേക്കാണ്. ഇവിടെ കറിവേപ്പിലുണ്ട്, അപ്പൊ അത് എടുക്കാനും കൂടിയാണ് വന്നത്. നമ്മുടെ SPCന്റെ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ SPCന്റെ അത് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഗുണമല്ലേ? കറിവേപ്പില തന്നല്ല, എന്റെ പച്ചക്കറി മുഴുവൻ SPCയുടെ വളമാണ്. പറഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ. അതെ അതെ, അപ്പൊ ഭയങ്കര ഗുണം കിട്ടിയതാണ് അത്. കാരണം ഇവിടെ കറിവേപ്പില എന്ന് വെച്ചാല് നിങ്ങൾ നോക്കിയാൽ മതി, കാടാണെന്ന് പറയാം. കറിവേപ്പില കാടാണ്. അതെ, അപ്പൊ ഇവിടെ വന്നു, അങ്ങനെ ഇതെല്ലാം ഷൂട്ട് ചെയ്തു. ഇവിടെ ഇവരുടെ ഇല്ലം കാര്യങ്ങളൊക്കെ നമ്മ കണ്ടു. ഇത് ഇന്നലെ കണ്ട നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിന്റെ അമ്മനെ കണ്ടു. പിന്നെ ഇവരുടെ ഫാമിലി മൊത്തത്തില് കണ്ടു. ഇവരുടെ വീടെല്ലാം കണ്ടു ഞങ്ങള്. ഇനിയിപ്പോ നല്ലൊരു മഴക്കാരുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് നിസനെയൊക്കെ ഒന്ന് കാണണം. നേരെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ? അപ്പൊ എല്ലാരും കണ്ടത് സന്തോഷം. എന്തായാലും ഇവരുടെ നാട്ടിൽ വന്നിട്ട് ഇവരെല്ലാം കാണാൻ വേണ്ടി പറ്റി. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്. ഇവിടെ വന്ന് സാധനം മേടിക്കാൻ വേണ്ടി വന്നപ്പോ അങ്ങനെ കണ്ടതാട്ടാ. ഒരുപാട് പേരെ കണ്ടു. നല്ല സ്റ്റൈലായിരുന്നു. എന്താ മോനെ സൗണ്ടും ഇല്ലല്ലേ? എന്തുണ്ടാ വിശേഷം? കളയല്ലത് അത് ഇതിൻ്റെ ഉണ്ടായി കൊടുക്ക്, അവന് കൊടുക്കാൻ പറ ബർത്ത്ഡേക്കാരന്. ഹാപ്പി ബർത്ത്ഡേ. എന്തുവാടാ ഒരു മാറ്റില്ലടാ? സിനിമാ ഞങ്ങളുടെ ടീമിലെ സിനിമാ നടനാണ് അല്ലേ? സിനിമാ നടി മാളൂസുമായിരുന്നു, സിനിമാ നടൻ ഇവനുമാണ്. എല്ലാവർക്കും അറിയാം സച്ചുക്കുട്ടനെ ഒർഹാൻ അങ്ങനല്ല, ഇവനെ ആദ്യമായി ഇന്ദ്രുവിനെ ചോദിക്കും എല്ലാവരും. സിനിമ മറ്റേ ആസിഫ് അലീന്റെ
മറ്റേ സർക്കിട്ട് സിനിമയിലെ നടനാണത്. ആസിഫ് ഖാനെ പോലെ തന്നെ അഭിനയിച്ച നടൻ. കേറ് കേറ്. ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സൂപ്പർ അമ്മേന്റെ വീട്ടിലേക്കാണ്. സൂപ്പർ അച്ഛനാണ് ഇവിടെ ഇരിക്കുന്നത്. സൂപ്പർ തണ്ട ഇപ്പൊ സൂപ്പർ അച്ഛൻ തണ്ട വൈബായിന്ന്. അത് ഞാൻ എന്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാറുണ്ട്. അല്ല, ഇവന്റെ വ്ളോഗിൽ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവരെ കാണുന്നത്. കാരണം ഇവന്റെ സിനിമാ തിരക്കുകളൊക്കെ ആയിട്ട് ഇവര് കുറച്ച് ബിസി ആയിരുന്നു. ഞങ്ങളും ഓരോ ഓട്ടങ്ങളിൽ അങ്ങനെ ആയിട്ട് ഇന്നിപ്പോ കറക്റ്റ് എന്തോ ഇവരിവിടെ ഉണ്ടായി. സ്ഥലം എവിടെയാണ്? ഇത് റാന്നിയാ? എവിടെയത്? പത്തനംതിട്ടയിലാണ്. ഇവിടെ ഇന്ദ്രൂട്ടിനെ പിന്നെ ഇവരെ കണ്ടാ പിന്നെ ഒന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയോ കടിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് നിസ ആക്കിയതെന്ന് തോന്നുന്നു. മുട്ട സുറുക്കി. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം നിസേന്റെ മറ്റേ കേക്ക് വൈറലായിരുന്നു നിസ ഞങ്ങളുടെ വീഡിയോയില് കേട്ടാ. നിസേന്റെ അടുക്കള കാണിക്കട്ടെ. നിന്റെ അടുക്കള കാണിക്കട്ടെ. ഇതാ നിസേന്റെ അടുക്കള ഗൈസ്. അടുക്കള ഇതാണ്. ഇവിടെ സ്വർഗമാണ്. ഇവിടെ കുക്കിംഗ് ഇല്ലാത്ത അടുക്കളയാണ് ഗൈസ്. കാരണം ഇവരിവിടെ ഉണ്ടാവാറില്ല. അല്ലടി, കുക്കിംഗ് ഇല്ലാത്ത അടുക്കളയാണ്. ഇവരിവിടെ ഉണ്ടാവാറില്ല. അതെ, അതാ പറഞ്ഞ ഇവര് ഫുൾ ടൈം യാത്രയിലാണ്. അതുകൊണ്ട് കുക്കിംഗ് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇതെല്ലാം കൂട്ടി കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് വെക്കാം. ഇവിടെ ഭയങ്കരമായ ട്രെയിനിങ് ആണ് ഗൈസ്. ഇവിടെ വന്നാ പിന്നെ ഇവനെ മറിക്കലാണ്. എടാ എനിക്ക് നമ്മളങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവേന്ന്. ഇതാണ് ഞങ്ങളുടെ തിരുവല്ല ജംഗ്ഷൻ. തിരുവല്ല ആരും കണ്ടിട്ടില്ല എന്ന് പറയണ്ട. വീണ്ടും വണ്ടി ചാർജ് ചെയ്തു. പക്ഷെ വണ്ടിയുടെ വയറ് മാത്രം പറഞ്ഞാൽ പോരല്ല, ഞങ്ങളുടെ വയറ് പറയണ്ട. ഞങ്ങൾ ഈ വണ്ടിയിൽ കുറച്ച് പേരുണ്ട് ഗൈസ്. എല്ലാവരും ഉണ്ട്. പോകാൻ പറ്റുമോ? ഞങ്ങളോട് അധികം നേരം ഇരിക്കുന്നത് ഇവിടെ അൽഫാം കടക്ക് മന്തി കടക്ക് നഷ്ടമാണ്. കാരണം ഇതിപ്പോ രണ്ടാമത്തെ സലാഡാണ് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് എന്തിനാണ് സ്പേസ്? നീ ചാടിത്തുള്ളി പോകുന്നവനല്ലേ. ഞങ്ങളുടെ മന്തി എത്തി ഇവിടെ. മന്തി കഴിച്ചോണ്ടിരിക്കണം എല്ലാവരും. അങ്ങനെ എന്തായാലും നമ്മുടെ റിച്ച് കുട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ബർത്ത്ഡേ ബോയ് ആണ്. ഞങ്ങൾ എന്തായാലും ഒരു കേക്ക് കട്ടിങ് ഇന്നത്തെ ദിവസം തന്നെ കൂടെ വരാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇനിയും ഒരുപാട് നല്ല നല്ല ബർത്ത്ഡേകൾ ആഘോഷിക്കാൻ ഞങ്ങളുടെ മുത്തിന് പറ്റട്ടെ. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങള് ഇന്നലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു വ്ളോഗിലുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ എൻ്റെ ബർത്ത്ഡേന്റെ ഇതുകൂടി ഉണ്ടായല്ലേ. അതും കഴിഞ്ഞ് കിടന്നങ്ങോട്ട് ഉറങ്ങി. എല്ലാവരോടും സുഖമായിട്ടിരുന്ന് ഉറങ്ങി. രാവിലെ 5 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വിട്ട്. എവിടെയായിരുന്നു നമ്മുടെ സ്ഥലം? കോട്ടയം വെള്ളിക്കുളം. വെണ്ണിക്കുളം. വെണ്ണിക്കുളത്ത് നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് പോയാണ്. 2 വണ്ടിയിൽ. നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്, ഇവരുടെ വണ്ടി ഇവിടെ ഉണ്ട്. 2 വണ്ടിയിൽ പിള്ളേഴ്സൊക്കെ ഉറങ്ങിയാണ്. അപ്പോൾ ഇവിടെ ഒരു 4 മണിക്കാറ്റ്. എന്താണ്? ശുചിത്വ മിഷൻ. കണ്ടോ, ഒരു 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു. അപ്പൊ ഇവിടെ നല്ല സൂര്യനിങ്ങനെ നമ്മുടെ ഇതിൽ കാണുന്ന പോലെ ഉദിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ അത് കണ്ടു. ഇനി മെല്ലെ അങ്ങോട്ട് എറണാകുളം പിടിക്കാം അല്ലേ. നമ്മുടെ യാത്രകളുടെ അവസാനം എനിക്ക്. നമുക്കിനി മെല്ലെ നാട്ടിലോട്ട് പിടിക്കേണ്ട സമയം കൂടിയായി. ഇവരിവിടെ യാത്ര തുടങ്ങിയ ഒരു സിനിമേന്റെ പരിപാടിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് റൂട്ട് മാറ്റാന്ന് ഇവിടുന്ന് ഇവര് മാറിപ്പോവുകയാണ്. ഓക്കേടാ മുത്തേ, നമുക്ക് വീണ്ടും കാണാം. ബൈ. അടുത്ത തവണ കാണാം അല്ലേ. വീണ്ടും കാണാം. ഓക്കെ. നമ്മളെ ഒരു കാശില് കാണാം അടുത്ത മാസം. ചോച്ച പൊളിക്ക്. ബൈ. ഓക്കെ ഗൈസ്, അവരങ്ങനെ പോയി. അവരുടെ വണ്ടി മുമ്പേ പോകുന്നുണ്ട്. നമ്മളും പുറകെ പോയി. ഇടയ്ക്ക് ഒരുപാട് വണ്ടികളായി. അങ്ങനെ പോയപ്പോ ഒരു വിഷമം അല്ലേ. എന്താന്നറിയില്ല, എന്തോ ഒരു സങ്കടം പോലെ. മിസ് ചെയ്യുന്നതല്ലാണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം കാണാമല്ലോ വീണ്ടും. അപ്പം നമ്മളും അങ്ങനെ പോവുകയാണ്. നമുക്ക് ഇനിയിപ്പം മലപ്പുറത്തേക്കാണ് പോകേണ്ടത്.
മലപ്പുറത്തേക്ക് 214 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ചാർജ് എന്ന് പറയുന്നത് 233 കിലോമീറ്റർ ഇപ്പം നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ചായ കുടിച്ചൊന്ന് ചാർജൊക്കെ ചെയ്ത് നമുക്കും അങ്ങോട്ട് പോവാം. ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി അല്ലേ. അവരങ്ങനെ പോയി. പിന്നെ നമ്മൾ ഒറ്റക്കായി അല്ലേ, കുറച്ച് നേരം ഒറ്റക്കായ മൂടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതേ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് മസാല ദോശ ഒരു തൊപ്പി പോലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ദുഗ്ഗോന് പൂരി ഇതിലേക്ക് രണ്ടാം കൂടെ ഒരു മസാലസം മതി എന്ന് പറഞ്ഞത്. ഇവിടുന്ന് ചായയെല്ലാം കുടിച്ച് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ച് UK കണ്ടു. നമ്മുടെ മാലാകന്മാരെന്ന് പറയുന്ന പോലെ നേഴ്സ്, UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് പിന്നെ പുള്ളിയും അല്ലേ, എന്താ പേര് പറഞ്ഞേ? ഷിജോ. അതെ, അപ്പം എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഇവർ UK തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾക്കും കാണാൻ പറ്റില്ല സന്തോഷം. താങ്ക് യു. പിന്നെന്താ വേണ്ടേ ഗൈസ്, ഇവിടെ അടിപൊളിയായിട്ടാ. ഞങ്ങൾ വണ്ടി ഇവിടെ ചാർജിനിട്ടിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഭക്ഷണം കണ്ടത്. ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഒന്നല്ല, ഗോയിസിൻ്റെ 60 കിലോവാട്ടിൻ്റെ ചാർജ് ഉണ്ട്. പിന്നെ ഇപ്പറതാ ഗോയിസിൻ്റെ തന്നെ 80 കിലോവാട്ടിൻ്റെ ചാർജർ ഉണ്ട്. ഇപ്പറ 80 ഉണ്ട്, ഇപ്പറ 60 ഉണ്ട്. അതുകൂടാതെ തന്നെ ദയാക്കാണ്ടാണ് ഹോട്ടൽ ആനന്ദഭവൻ കണ്ട. അപ്പം നമുക്കിവിടെ വണ്ടി ചാർജിനിട്ട് നേരെ ഇപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഭക്ഷണവും കഴിക്കാം. ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെ ചെയ്തേ. ഭക്ഷണവും കഴിച്ച് വരുമ്പോഴേക്കും ചാർജായി അല്ലേ. നമ്മൾ ഫുഡും കഴിച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം ഇതാ 99% ചാർജായി കണ്ട. സമയം ഇപ്പം 8:40 കേട്ടാ. ഞങ്ങള് നമ്മളിക്കോട് രാവിലെ തെറ്റാന്ന് കാണിച്ചു നിർത്തിയെന്നുള്ളേ വ്ളോഗില്. ഒന്നും ഉണ്ടായില്ല. ഞങ്ങള് പിന്നെ വെറുതെ ഇങ്ങോട്ട് റിട്ടേൺ ട്രാവലായിരുന്നു. ഞങ്ങൾക്ക് മലപ്പുറത്തൊരു ഇതുപോലെ തന്നെ നേരത്തെ കണ്ടില്ലേ നിങ്ങള്, അതുപോലെയൊക്കെ തന്നെ ഒരു വീഡിയോ എടുക്കാനുണ്ടായി. ഭക്ഷണം കഴിച്ച് നേരെ കണ്ണൂർക്ക് വിട്ട് ഇപ്പൊ നമ്മുടെ കണ്ണൂരിലെത്തി. ഇനിയിപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഒരു 3-4 ദിവസം നിന്ന യാത്ര, നീണ്ട യാത്ര സേഫായി ഞങ്ങള് വീട്ടിലെത്താൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇവിടെ അവസാനിക്കുകയാണ് ഈ യാത്ര. ഇനി പുതിയ യാത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ട് അത് നമുക്ക് വഴിയെ കാണാം. ഇപ്പൊ അടുത്തതായിട്ട് അല്ല ഈ ഇതില് മറ്റേ നമ്മളെ വീട്ടിലെ അമ്മമാര് വിളിച്ചോണ്ടിരിക്കുന്ന പോലെ ഞങ്ങളില്ലേ ജയാന്റി ഓരോ സ്ഥലത്തെത്തുമ്പോഴും മക്കളെ എവിടെ എത്തി, നിങ്ങള് എത്തിയോ, നിങ്ങള് അവിടെ എവിടെ എത്തിയോ, റെസ്റ്റ് എടുത്തോ നല്ല ചോദിച്ച ആന്റി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായി ഇടക്കിടക്ക്. എന്നിട്ട് ഞാൻ ഓപ്പനോട് പറയായിരുന്നു എന്തായാലും ആന്റി ഞങ്ങള് കുഴപ്പമൊന്നുമില്ല വീട്ടിലെത്തിയട്ടാ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെ കമന്റ്സിലൊക്കെ ഒരുപാട് പേര് സ്ഥലങ്ങളൊക്കെ അവിടത്തേക്ക് വാ, ആലപ്പുഴയ്ക്ക് വാ, തിരുവനന്തപുരത്തേക്ക് വാ സ്ഥലങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ഞാൻ കമന്റുകളെ കണ്ടു, പക്ഷെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഈ ട്രാവലിലായതുകൊണ്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ കമന്റുകളും ഓടിച്ചിട്ട് വായിച്ചതാണ്. കമന്റുകൾക്കും നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ എന്തായാലും നിങ്ങൾ വിളിച്ചതല്ലേ, ഒരു ദിവസം വരാം. കമന്റ് ആരും ഫോണൊന്നും അങ്ങനെ നോക്കിയില്ല യാത്ര ചെയ്യുന്ന സമയത്ത്. ഇവിടെ ഇങ്ങനെ എനിക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു തരും. ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും അത്യാവശ്യം കോളും മെസ്സേജിനും റിപ്ലൈ കൊടുത്തതല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം ഒന്നും തുറന്നു നോക്കിയില്ല. നമ്മളെ ചഞ്ചുമ്മ ട്രിവാൻഡ്രത്ത് എത്തിയ കാര്യം വരെ നമ്മള് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കൂടി കാണാനൊക്കെ പറ്റിയ ഒരു യാത്രയില് ഞങ്ങളുടെ എന്റെ അമ്മ സൂപ്പർ ടീമില് പാറുവിനെയും കണ്ടു, പാറുവിന്റെ ഏട്ട ഫാമിലി, അതുപോലെ തന്നെ ഷാനു മുബി ഫാമിലി, പിന്നെ നിസ ഷമി ഫാമിലി, അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. ഇനിയിപ്പോ കാണാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാണും നമ്മളടുത്ത് തന്നെ അല്ലേ. അപ്പൊ എന്തായാലും അധികം വലിച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് വൈകിട്ട് പഠിക്കാം. പിള്ളേർ ഉറങ്ങിയാണ്. അപ്പൊ ഉറങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും അടുത്ത ഇനി നമ്മുടെ വീട്ടിലേക്ക് അത്ര ഉള്ളൂ. ഇതിലെ സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ എത്തി. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇനി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ ഈ യാത്രകളൊക്കെ കൂടുതൽ ഇഷ്ടം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് അറിയാം. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു അത്യാവശ്യമായ യാത്ര ആയതുകൊണ്ടാണ് ഇടയ്ക്കൊരു യാത്ര വീഡിയോ അല്ലേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ബൈ.